അപ്പോൾ ഞങ്ങളൊരു ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടാമതും പഴയ സ്ഥലത്തൂടെ തന്നെ പോവുകയാണ്. കാരണം ഞങ്ങൾക്ക് സ്റ്റെപ്പ് കണ്ടപ്പം 18-ാം പടിയൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ എൻ്റെ ഒരു മൈൻഡിൽ അത് വീടാണ്. പട്ടി കുറേ നേരെ ഞങ്ങളുടെ കൂടെ വരുന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും തിരിച്ചു പോയി വഴി ചോദിച്ചു. ഇവിടെ ഒരു പട്ടിയുണ്ട് ഗൈസ്. നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരു പട്ടീനെ ഫോളോ ചെയ്യേണ്ടത് ഇത്ര നേരം. ചിത്തല്ല, വേറൊരു പട്ടി. ഈ അച്ചു വിളിച്ച് പോവാൻ പറഞ്ഞപ്പോൾ അത് പിന്നാലെ വന്നതാണ്. മലയാളം മനസ്സിലായി പട്ടിക്ക്. പക്ഷെ ഞാൻ മാത്രമേ ബീച്ച് വേറൊരു വന്നിരിക്കണ ചെരുപ്പൊക്കെ കണ്ടു. ഇവരൊക്കെ ഷൂസ് ഇട്ടിട്ട് അതൊക്കെ ഇവിടെ ഗൈസ്. അമ്മയെ പിന്നാലെ വരുന്നു. അയ്യോ പറഞ്ഞ പട്ടി നീ എന്താ പക്ഷെ ബഡ്ക ബീച്ച് എന്നാണ് പേര്. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും വെളിച്ചം വന്നു. ഈ ഒരു പട്ടിയാണ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നത്. എനിക്ക് വളരെ പേടിയാണ് പട്ടീനെ. അച്ഛനാണെങ്കിൽ പട്ടീനെ ഭയങ്കര ചെല്ലാണ്. അവൻ ഫോട്ടോ എടുക്കണു, തിന്നാൻ കൊടുക്കണു. ഈ കുട്ടിയാണ് ഇവിടെ വാസ ബീച്ച് വന്നു കഴിഞ്ഞാൽ സൺറൈസ് കാണുമ്പോട്ട് കൊണ്ടുവന്നത്. ഇവിടെയാണ് സൺറൈസ് ഗൈസ്. സോ കുട്ടി തെരഞ്ഞോണ്ടിരിക്കുകയാണ്. ജിത്തു പറയണേ നമുക്ക് വലിയ കാറിൽ തന്നെ ഇരുന്നാൽ പോലെ, എന്തിനാ അവിടെ വരെ വന്നത്. അച്ഛനാണെങ്കിൽ ഇവിടെ നിന്ന് നടന്ന് പോണം. അപ്പൊ ഞങ്ങൾ അങ്ങനെ സൺറൈസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സ്വെറ്റർ കൊടുക്കണം. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ജീവിയാണ് പട്ടി. ഈ ലോകത്തിലേക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ജീവി പട്ടികള് മനുഷ്യരുടെ നല്ല സുഹൃത്തുക്കൾ. എനിക്ക് ഇഷ്ടമല്ല. എന്റെ നാടിന്റെ മൃഗം പട്ടിയാണ്. അതുകൊണ്ട് അത് എന്തൊക്കെയോ കുഴിച്ചുണ്ടാക്കുന്നുണ്ട്. കാസിൽ ഉണ്ടാക്കാൻ പോകും. അച്ചുവിന്റെ പിന്നാലെ ഇനി പോകും. നീ പാനകയുടെ ഫ്രണ്ടായി മാറിയത്. അയ്യോ എന്നെ ഒറ്റക്കിട്ടിട്ട് പോകണ്ടോ. എടാ ചിത്തു. ഇവരെല്ലാം ഷൂസ് ഇട്ടിട്ടാ വന്നിരിക്കണേ. ഞാൻ അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ കോസ്റ്റ്യൂമായിട്ട് ചെരുപ്പിട്ടിട്ട് വന്നു. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ആ ശരിയാ. ശരി. എനിക്ക് വിശക്കുന്നുണ്ട്. നിനക്ക് വിശക്കുണ്ടോ? എന്താ ചെയ്യാ? അച്ചു എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കുകയാണ് തോന്നുന്നു. അനകം മറ്റേ എക്കോത്തെ പാട്ടിട്ടിട്ട് പട്ടിയുടെ കൂടെ നിന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തിരിക്കാൻ പോവാണ്. ഞങ്ങൾക്ക് സൂര്യോദയം ഒന്നും കാണാൻ പറ്റില്ല, സൺറൈസ് ഒന്നും കാണാൻ പറ്റിയില്ല. സൺ ഇതിൻ്റെ ബാക്കിലാണ് ഉദിച്ചെന്ന് തോന്നുന്നത്. വെളിച്ചമൊക്കെ വന്നു, ആളുകളൊക്കെ എത്തി. ഞങ്ങളാണ് ആദ്യമായിട്ട് കടലിലേക്ക് വന്നത് ഇവിടെ. ഇന്ന് രാവിലെ കുറേ പട്ടികളായിരുന്നു കൂട്ടിനുണ്ടായിരുന്നു. ആൾക്കാർ വന്നിട്ടും പട്ടി ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു. എനിക്കിഷ്ടമല്ലാത്തൊരു ജീവിയാണ് പട്ടി. ഈ കുട്ടി എന്തൊക്കെയോ തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വാസ ബീച്ച് മൊത്തത്തിൽ വീട്ടിൽ കൊണ്ടുപോകാനുള്ള പ്ലാനിലാണ് ഈ കുട്ടി. ആ കുട്ടി പാട്ടും കേട്ടിട്ട് ബീച്ചിൻ്റെ സൗണ്ടൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്ത കുട്ടി ഹെഡ്സെറ്റ് വെച്ചിട്ടിരിക്കുന്നു. ഈ കുട്ടി ഫോട്ടോഗ്രാഫറാണ്. സോ ഫോട്ടോഗ്രാഫിയിൽ ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടേയിരിക്കണം. അവൻ തിര എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അവൾ എന്തോ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണിളകിപ്പോയി. മണ്ണിളകിപ്പോയി. ഒന്നുകൂടി പറയൂ, കേട്ടില്ല. ഇതാണ് എൻ്റെ രണ്ട് അനിയന്മാർ. പക്ഷെ എന്നെക്കാട്ടി ഹൈറ്റ് ഉണ്ട്, പന പോലെ വളർന്നു. ഇത്രേ ഉള്ളൂ. ഓട്ട മത്സരത്തിന് പോവാണ്.
അച്ഛൻ അവിടെ ഒരു കുട്ടീനെ കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി അനഘയുടെ ബാഗ് അവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ദിൻഹയിൽ വന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അനഘയുടെ ഫുഡാണിത്, ബ്രേക്ക്ഫാസ്റ്റാണിത്. എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അച്ചു ജിത്തും സെയിം സാധനമാണ് പറഞ്ഞേക്കണത്. ഇവർ ക്ലബ് സാൻഡ്വിച്ചാണ് പറഞ്ഞേക്കണത്, ചിക്കൻ ചീസ് ക്ലബ് സാൻഡ്വിച്ച്. എൻ്റേത് ഞാൻ പറഞ്ഞു മഷ്റൂം ചീസ് ഓംലെറ്റോ. അപ്പോൾ അതിൻ്റെ കൂടെ ബ്രെഡും. അത് വളരെ വലിയ ട്വിസ്റ്റായിരുന്നു. അവരൊക്കെ കഴിക്കാൻ തുടങ്ങി ഗൈസ്, എന്നെ കാത്തു നിൽക്കുന്നത് പോലും ഇല്ല. ഇവർക്ക് രണ്ടുപേർക്കും വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് പകുതി കൊടുത്താൽ മതിയായിരുന്നു. എനിക്ക് എന്താ ഇഷ്ടമായി? നന്നായിട്ടോ? സൂപ്പർ. നോ, ഓക്കെ, എൻ്റെ കാലിയായിട്ടില്ല. ഞങ്ങൾ മൂന്നുപേരും കോഫി പറഞ്ഞു. ഇതെല്ലാം ഇത്രയും പഞ്ചസാര അതിനകത്തേക്ക് ഇട്ടതിൻ്റെ കണക്കാണ്. 3 സാഷേ ഇട്ടിട്ടും ആ ഒരു ചെറിയ ഒരു കയ്പ് ടേസ്റ്റ് മാറണില്ല. പക്ഷെ നല്ല സ്ട്രോങ് കോഫിയാണ്. ഈ കുട്ടിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് കുടിച്ചു. ആ ചുണ്ടിൽ ഇപ്പോഴും ആ കോഫിയുടെ